ദുരൂഹത ബാക്കിയാക്കി തിരോധാനം. വാണിയംകുളത്ത് നിന്നും 6 ദിവസമായി കാണാതായ 3-അംഗ മലയാളി കുടുംബത്തിന് വേണ്ടി അന്വേഷണം ഊർജിതം. കർണാടകയിലേക്ക് 3 പേരുമായി പോയ വാൻ തിരികെ എത്തിയത് ഒരാളുമായി. ഇവർ സഞ്ചരിച്ച വാഹനം ഉപേക്ഷിക്കുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കേരളത്തിൽ നിന്നും കർണാടക അതിർത്തിയിലേക്ക് വാഹനം കടന്നതായും തിരികെ വാഹനം കേരളത്തിലേക്ക് എത്തിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കർണാടകയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നതായും തിരിച്ച് വാഹനം ഉപേക്ഷിക്കുമ്പോൾ മകൻ വിഷ്ണു മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. വാഹനം ഉപേക്ഷിച്ച ശേഷം മകൻ വിഷ്ണു എങ്ങോട്ട് പോയെന്നും അച്ഛനും അമ്മയും എവിടെയെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിലുള്ള അന്വേഷണ സ്ക്വാഡിന് പുറമെ മറ്റൊരു സ്ക്വാഡ് കൂടി രൂപീകരിച്ചു. കുടുംബത്തെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി ലഭിച്ച ഉടൻ SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഈ സംഘം നിലവിൽ മൈസൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ P വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സ്ക്വാഡിനാണ് ചൊവ്വാഴ്ച രൂപം നൽകിയത്. ASI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ്, സുഭാഷ് എന്നിവർ അടങ്ങിയ 4-അംഗ സമിതിയാണ് പുതിയതായി രൂപീകരിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.